CPM പാലക്കാട് ഏരിയ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ രൂക്ഷ വിമർശനമുണ്ടായി. ഉപതെരഞ്ഞെടുപ്പിനിടെ NN കൃഷ്ണദാസ് മാധ്യമങ്ങളെ അധിക്ഷേപിച്ചതും ട്രോളി ബാഗ് പരാമർശം നടത്തിയതും തിരിച്ചടിയായെന്നും പ്രതിനിധികൾ പറഞ്ഞു. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടി നിർജ്ജീവമാണെന്നും അംഗങ്ങൾക്ക് അഭിപ്രായമുണ്ട്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. പാർട്ടി അനുഭാവികളും പാർട്ടി പ്രവർത്തകരും ഒക്കെ വളരെ ശക്തമായ അഭിപ്രായം പറഞ്ഞോ? ഗുഡ് മോർണിംഗ്. പാലക്കാട് ഏരിയ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും NN കൃഷ്ണദാസിനും നവകേരള സദസ്സിനും ഒക്കെയുള്ള കൊട്ട് പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സമ്മേളനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളോ മുഖ്യമന്ത്രിയുടെ ജില്ലയിലെ സന്ദർശനങ്ങളോ ഒന്നും ഉപതെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തില്ല എന്നും NN കൃഷ്ണദാസിനെതിരെയുള്ള വിമർശനങ്ങളും ഒക്കെ നമ്മൾ തുടർച്ചയായി കണ്ടു. പക്ഷേ ഇപ്പോൾ നവകേരള സദസ്സ് ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ള വിമർശനം കൂടി പാലക്കാട് ഏരിയ സമ്മേളനത്തിൽ ഉയരുന്ന സാഹചര്യമുണ്ടായി. പൊതുവിൽ അതിൻ്റെ ഈ വിമർശനങ്ങളുടെ ആകെത്തുക എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ്. അത് ഈ സമ്മേളന കാലയളവിൽ അത് ശക്തമായി ഉയരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സർക്കാരിനെ ചീത്തപ്പേരുണ്ടാക്കുന്നത് പോലീസ് എന്ന് പ്രതിനിധികൾ ചിലർ വിമർശനം ഉന്നയിച്ചു. NN കൃഷ്ണദാസിനെതിരെയും വിമർശനം ഉയരുന്ന സാഹചര്യമുണ്ടായി. ഈ NN കൃഷ്ണദാസ് ഉപതെരഞ്ഞെടുപ്പിനിടെ മാധ്യമങ്ങളെ അധിക്ഷേപിച്ചതും ട്രോളി ബാഗ് പരാമർശം അത് പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞതും ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് പറയുന്നുണ്ട്. കൂടാതെ ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ പാർട്ടി വിടാൻ തയ്യാറെടുത്തത് പാർട്ടിക്ക് ക്ഷീണം ചെയ്തു എന്നും ഈ ഏരിയ കമ്മിറ്റി യോഗത്തിൽ പ്രതിനിധികൾ വിമർശനമായി ഉന്നയിച്ചു. നവകേരള സദസ്സ് സമ്പൂർണ്ണമായ പരാജയമായിരുന്നു എന്നും പ്രതിനിധികൾ പറയുന്നുണ്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടി നിർജ്ജീവമെന്നും ഈ ഏരിയ സമ്മേളനത്തിൽ വിമർശനമുയർന്നു. ഈ തെരഞ്ഞെടുപ്പ് കനത്ത തോൽവിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് അത്തരത്തിലുള്ള ഒരു വിമർശനം ഉയർന്നു വരുന്നത്. എന്തായാലും സമ്മേളനം പുരോഗമിക്കുകയാണ്. ഇനിയിപ്പോൾ ജില്ലാ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ പലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള വിഭാഗീയതയടക്കം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആകെ തുകയായിരിക്കും ഈ സമ്മേളന കാലയളവിൽ ഉയരുന്ന വിമർശനങ്ങൾ എന്ന് വേണം നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, താങ്ക് യു നിഖിൽ.